എല്ലാവർക്കും മറ്റൂടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്ന ബേക്കറി സ്റ്റൈലിലുള്ള ജിലേബി റെസിപ്പിയുമായിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് ഉഴുന്നാണ് എടുത്തേക്കുന്നത്. ഇത് 2-3 പ്രാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയ ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂർ നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് 4 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇത് ഒട്ടും ലൂസാവാതെ വേണം അരച്ചെടുക്കാൻ. ഒരു തിക്ക് ബാറ്ററായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുറച്ചൊരു വെള്ളവും കൂടെ ചേർത്തൊന്ന് അരയ്ക്കാം. ഒരു ശക്കല ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. ലൂസാവാതെ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് ഇത് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കും. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇത് കറക്റ്റ് അളവാണ്. അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയാൽ ഇത് കറക്റ്റായിട്ട് ആയി വരും. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ച് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇതിനകത്ത് നല്ലതായിട്ട് എയർ സർക്കുലേഷൻ വരികയും ഉഴുന്ന് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കളറിന് വേണ്ടിയുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ റെഡിഷ് ഓറഞ്ച് കളറാണ് കിട്ടിയത് കൊണ്ട് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിന് പകരമായി ഓറഞ്ച് കളറോ യെല്ലോ കളറോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ജിലേബിക്കുള്ള മാവ് ഇവിടെ റെഡിയായി കിട്ടി. ഇനി നമുക്ക് മറ്റൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളമാണ് ഇതിൻ്റെ കണക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നമുക്കിത് ഒരു നൂൽ പരുവാകുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നൂൽ പരുവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് കട്ടിയായി പോകാതിരിക്കാനാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്കോ ഒരു കവറിലേക്കോ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മാവ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കോണാക്കി അറ്റം ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ജിലേബിയുടെ ആകൃതിയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. തീ കുറച്ച് തന്നെ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ തീ കുറച്ച് വെച്ചുകൊണ്ട് നമുക്ക് ഓരോന്നും ഇതുപോലെ ജിലേബിയുടെ ഷേപ്പിലൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് ഒത്തിരി ക്രിസ്പിയായി പോകാതിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ ജിലേബിയുടെ ആ ഒരു സോഫ്റ്റ്നെസ് വരികയില്ല. എന്നാൽ ഒട്ടും തന്നെ ക്രിസ്പി ആയില്ലെങ്കിൽ ആ ജിലേബി എടുക്കുമ്പോൾ ആ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ ഇതൊരു മീഡിയം ക്രിസ്പി രീതിയിൽ വേണം നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളിതെല്ലാം തന്നെ ഇവിടെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തീ കുറച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ആ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത ശേഷം ഓരോന്നും നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ ഇത് ഏകദേശം ക്രിസ്പി ആയിട്ട് നമുക്കിത് കോരി മാറ്റാം. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ലൈനിൽ ചൂടാക്കാനും കൂടെ വെക്കണം. ചൂടുള്ള ലൈനിൽ വേണം നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട്. വെള്ളം തണുത്തു പോയാൽ ഇത് ജിലേബിയിലേക്ക് പിടിച്ച് കിട്ടുകയില്ല. അതുകൊണ്ട് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചാൽ ചൂടോടെ ഉള്ള വെള്ളത്തിലോട്ട് വേണം നമ്മൾ ഓരോന്നും വറുത്ത ശേഷം ഇട്ട് കൊടുക്കാൻ. നമുക്കിനി ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ജിലേബി ഓരോന്നും ഉണ്ടാക്കി എടുത്ത ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ടിങ്ങനെ മാറ്റി കോരി മാറ്റി എടുക്കാം. ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു കുറച്ച് സമയം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര ലായനി നമ്മുടെ ഈ ജിലേബിയിലേക്ക് പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് നമ്മൾ കടിക്കുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട ശേഷം ഒന്ന് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്നായിട്ടും നമുക്കിത് ഈ വെള്ളത്തിൽ നിന്നൊന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മളുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബേക്കറി സ്റ്റൈലിൽ കിട്ടുന്ന പോലത്തെ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബേക്കറിയിലുള്ള അതേ ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് അടിപൊളി ജിലേബി ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.